ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ശല്യപർവം അവസാന ഭാഗം. കണ്ടു നിന്നോരു ദേവാദികൾ തങ്ങളും കൊണ്ടൽ വർണ്ണം തന്നെ വാഴ്ത്തി നടന്നതേ. ദുന്ദുഭി ശംഖാദി വാദ്യരവത്തോടും നന്ദാത്മജനായ നാരായണനോടും ആശീർവചനവും ചൊല്ലിച്ചുഴങ്ങൊരു ഭൂസുരന്മാരോടും ഒന്നിച്ചു പാണ്ഡവർ സത്വരം കൈനിലവുക്കോരനന്തരം ബുദ്ധിയും കെട്ടുപോയി ഭോജകൃപാദികൾ പുക്കിതു കൗരവൻ തന്നെ കൈനില അർക്കനും അർണവം തന്നിൽ വീണിടിനാൻ. എല്ലാവരും തേരിൽ നിന്നിറങ്ങിയിടിനാൻ. മല്ലാരിതാനും അരുതെയ്തിതന്നേരം മുൻപിലിറങ്ങു നീ അർജുന, പിന്നെ ഞാനും ഭഗവാൻ പുത്രനും അപ്പോളിറങ്ങിനാൻ. ഭക്തരിൽ മുൻപനായുള്ള ഹനുമാനും ചിത്തം തെളിഞ്ഞിറങ്ങിയിടിനാൻ ഭൂമിയിൽ. നാരായണൻ അഖിലേശൻ തിരുവടി തേരിൽ നിന്നപ്പോഴേ പാരിലിറങ്ങിനാൻ. വെന്തു നീറായതു തേരുമന്നേരത്തു ചെന്താരടി വണങ്ങിടിനാൻ അർജുനൻ. എന്തിതിൻ കാരണം നാരായണ ഹരേ, ചെന്താരിൽ മാതുതൻ പുണ്യവിലാസമേ. വൃത്രാരിപുത്ര വിജയ മഹാരഥം ഇത്ര നാളും മുതാ കാത്തിതു ഞാനെടു. അസ്ത്രമാഗ്നേയം ഭരദ്വാജനന്ദനൻ ക്രുദ്ധനായതു കൊണ്ടിതു വെന്തതും. നാടും നഗരവും ധാന്യധനങ്ങളും വീടും വിജയവും പാണ്ഡവന്മാർക്കായി. നാരിമാരെ പരിപാലിച്ചു കൊള്ളുവാനാരുമേയില്ല. പുരത്തിങ്കൽ വൈകാതെ പോക യുയുത്സു നമുക്കു നാളെ ചെല്ലാം. വ്യാകുലം വന്നിടരുതേ പുരത്തിങ്കൽ, ഇന്നേയുറക്കം നമുക്കിവിടയല്ല അന്യദേശത്തു പോകേണമെന്നിങ്ങനെ. ധർമ്മജനോടു നിർമ്മലൻ ധർമാത്മജനോടു നിർമ്മലൻ മാധവൻ ധർമ്മസ്ഥിതികരൻ താനരുൾ ചെയ്തപ്പോൾ പുണ്യവാനായ യുധിഷ്ഠിരൻ ചൊല്ലിനാൻ. നിന്നുടെ കാരുണ്യമെന്നിയന്താശ്രയം, ഞങ്ങളെ രക്ഷിക്കതാരുമറ്റീശ്വര. മംഗലമൂർത്തെ വിജയനു സൂതനായി ശത്രുക്കൾ ചൊന്നോരധിക്ഷേപവാക്യവും ശസ്ത്രങ്ങളുമുള്ളിലേറ്റു പൊറുത്തതും ഞങ്ങളെയുള്ള തിരുവുള്ളമല്ലയോ. ഞങ്ങൾക്കു മറ്റാരുമില്ലെന്നു ദൈവമേ. ഗാന്ധാരിയാകിയ മാതാവു ഞങ്ങളെ ഭ്രാന്ത്യാശപിപ്പതൊടിച്ചരുളേണമേ. ദേവകീ ദേവി തിരുമകനീശ്വരൻ ദേവദേവൻ വസുദേവതനയനും തേരിക കൊണ്ടുവാ ദാരുക പോക നാം നേരമിനിക്കളഞ്ഞിടരുതേതുമേ. കസ്തിനമായ പുരത്തിനു പോകണം അത്ര തീർത്തിടുവൻ പാണ്ഡവന്മാർക്കു ഞാൻ. അന്ധനാകും ധൃതരാഷ്ട്രനൃപനെയും അന്തികേ ജന്മ ഗാന്ധാരിയെ തന്നെയും കണ്ടു പറയണമെന്നു തന്നെയെന്നു കൊണ്ട നേർവർണ്ണനുടനെടുന്നെള്ളിനാൻ. ഭാരതകർത്താ പരാശരനന്ദനൻ ഭപ്പാരാധ ചെന്നു ധൃതരാഷ്ട്രരെ കണ്ടു. നാശം കുലത്തിനു നീ വരുത്തായകയെന്നതാശു പറഞ്ഞു ബോധിപ്പിച്ചു പോരുമ്പോൾ കൃഷ്ണനും പൗരാണികാചാര്യനാകിയ കൃഷ്ണൻ മലരടി കൂപ്പിനാനാദരാൻ. പിന്നെയുഴറി നഗരമകം പൊക്കു വന്ദിച്ചിതു ധൃതരാഷ്ട്രനെ മാധവൻ.
കണ്ണുനീരോടെ കരഞ്ഞു കരഞ്ഞുടൻ ചെന്നു തൊഴുതു ഗാന്ധാരി തന്നെയും. മക്കൾ മരിച്ചു ദുഃഖിച്ചു കരഞ്ഞുതൾ തൻ ഉൾക്കനം വിട്ടിരിക്കും നൃപൻ തന്നുടെ ദുഃഖം കെടുപ്പതിനാശു ചൊല്ലിടിനാൻ പുഷ്കരനേത്രൻ പുരുഷോത്തമൻ വരൻ. നിത്യമല്ലേതും ഈ സംസാരമോർക്കണം, നിത്യമാകുന്നതു നിശ്ചയമീശ്വരൻ. മുന്നമേ വന്നു ഞാൻ നിന്നോട് മന്നവാ ചൊന്നേനിവണ്ണം വരുമെന്നു സാദരം. നാട്ടിലെങ്ങാനും ഇല്ലങ്ങൾ തോറും വസിച്ചൂട്ടിലുമുണ്ട് പുറത്തു കൊള്ളാമെന്നും നിന്നോടു തന്നെ ഇരന്നിതു പാണ്ഡവർ. അന്നതു തോന്നീലതല്ലോ വിധിമതം. ഇന്നും നിനക്കു ഞാൻ നല്ലതു ചൊല്ലുവാൻ ഒന്നിച്ചിരിക്ക നീ പാണ്ഡവന്മാരുമായി. നിങ്ങൾക്കവരെ ഗതിയെന്നുറയ്ക്കണം, നിങ്ങളൊഴിഞ്ഞവർക്കും ഗതിയില്ലേതും. നല്ലതവർക്കു വരും പ്രകാരം നിനക്കല്ലവന്നു ഗാന്ധാരിയുമായിനി കൊല്ലും അവരെയും അശ്വത്ഥാമാവിനിച്ചെല്ലായും ഞാനങ്ങു നിർണയം ഭൂപതേ. ആരുമേ പിന്നെയൊരു ഗതി കൂടാതെ പാരിരിക്കുമാറാകും ഭവാനിനി. എന്നെ അതിനയച്ചിടുകിൽ ചെന്നു ഞാൻ മന്നവാ പാണ്ഡുസുതന്മാരെ രക്ഷിപ്പൻ. അങ്ങനെയാകെങ്കിലെന്നവനും ചൊന്നാൻ മംഗലനാകിയ കൃഷ്ണനും അന്നേരം. യാത്രയും ചൊല്ലി വിരവോടു വന്നിതു പാർത്ഥാദികൾ മേപം ഗോമതിതങ്കരെ. പാപിസുയോധനൻ കാലുമൊടിഞ്ഞു സന്താപം കലർന്നു കിടക്കുന്നതു നേരം കുണ്ഠതയോടെ കരഞ്ഞു വരുന്നതു കണ്ടിതു സഞ്ജയൻ തന്നെയുമാകുലാൽ. ചെന്നു തലോടി അരികയിരുന്നവൻ തന്നെയണച്ചു തഴുകി സുയോധനൻ. കണ്ണുനീരോലോല വീഴുന്നതു കണ്ടു ഖിന്നതയോടെ തുടച്ചിതു സഞ്ജയൻ. മന്നവൻ ഗാവൽ ഗണിയുടെ കണ്ണുനീർ മന്ദമന്ദം തുടച്ചിടിനാനാകുലാൽ. യുദ്ധപ്രകാരവും മാരുതി ചെയ്തോരു വൃത്താന്തവും അറിയിച്ചു സുയോധനൻ. മാനലോഭാദികൾ ഏറെയുണ്ടാകയാൽ ഞാനൊരു കാരണമായേതിനെല്ലാം. കണ്ണും പൊടിഞ്ഞു വയസ്സുപുക്കേറ്റവും ഖിന്നനായി മക്കളുമൊക്കെ മരിച്ചു തന്നാടും പരവശപ്പെട്ടു വിഷണ്ണനായി ആടൽ പൂണ്ടോരു പിതാവിനോടാശു നീ ചൊല്ലുക പോരിൽ മരിച്ചിതു ഞാനെന്നു ചൊല്ലെഴുമെന്നുടെ മാതാവു തന്നോടും. മാരുതി എന്നെ ചതിച്ച പ്രകാരവും നേരെ പറക പിതാക്കന്മാരോടുമേ. വിശ്വാസമുള്ളൊരു ദൂതനെ വിട്ടുടൻ അശ്വത്ഥാമാദികളോടുമറിയിക്കാം എന്നു പറഞ്ഞങ്ങയച്ചാനവനെയും. പിന്നീടമെന്തു പറയാവതീശ്വര. പ്രേതപിശാചനിശാചരന്മാരോടും ഭൂതവേതാള കൂളിപ്പടതന്നോടും നായ്ക്കൾ കുറുനരിക്കൂട്ടം കഴിവുകൾ നോക്കിയും വായ്ക്കൊള്ളുവതിനായി അടുക്കയും ഗന്ധിച്ചു ഗന്ധിച്ചു വന്നു കടിപ്പതിനന്തികെ നിൽക്കയും വീർപ്പുകൾ പാർക്കയും കാലും കരവും ഇളക്കുന്ന നേരത്തു നാലഞ്ചടിയളം നൻപോടു വാങ്ങിയും കൂരിരുട്ടിൽ തുണയാരുമേ കൂടാതെ പാരിൽ കിടന്നു വിധിബലമെന്ന്
വേണമെന്നാകിൽ അടുത്ത നാൾ ചൊൽവനെന്നാനന്ദമോടിരുന്നാൾ കിളിപ്പൈതലും. ഇത് ശ്രീ മഹാഭാരത പരിഭാഷാരൂപം ശല്യപർവം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ.